ഫീദർ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് വർക്കല ക്ലിഫിൻ്റെ അടുത്ത് തന്നെയുള്ള കസ്കാര ബീച്ച് റിസോർട്ടിലോട്ടാണ് കേട്ടോ. റിസോർട്ട് എന്ന് പറയുമെങ്കിൽ ശരിക്കും ഒരു ഹോം സ്റ്റേ സെറ്റപ്പാണ്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ക്ലിഫിലോട്ട് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റേ ചൂസ് ചെയ്തത്. റൂമിൻ്റെ ആംബിയൻസും സ്റ്റേ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ബാത്റൂമിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത് പുള്ളി വന്ന് റെഡിയാക്കി തന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ബാഗൊക്കെ വെച്ചിട്ടൊന്ന് ക്ലിഫ് ഒന്ന് കാണാൻ ഇറങ്ങിട്ടോ. ക്ലിഫാണോന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ക്ലിഫിൽ നടക്കുവാണ്. ആക്ച്വലി ഇത് വീക്കെൻഡും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ ആംബിയൻസും അവിടുത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പൊതുവേ വർക്കല കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കഫേയുടെ ഒക്കെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാനും പിന്നെ ബെസ്റ്റ് കഫേ ഏതാന്നൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന പ്രോപ്പർട്ടിയിൽ ആൾ പറഞ്ഞത് ഈ കഫേയാണ് നല്ലതെന്ന്. അവിടുത്തെ ആംബിയൻസും നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് കഫേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓൾറെഡി ഒരു കഫേ പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ വേറെ കഫേയിലായിട്ട് ഞങ്ങൾ പോയത്. സ്കൈ ലോഞ്ച് എന്നുള്ള കഫേയിലാട്ടോ ഞങ്ങൾ വന്നത്. അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ റൂഫ് ടോപ്പിലാണ് ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയത്. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ആമി എവിടെ ഇരിക്കണേ നോക്കിയാമി ബീച്ചാമി. ആമിയുടെ കവളത്തെന്താ ആമി? മുട്ടയാണോ മുട്ട? റൂഫ് ടോപ്പിൽ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ കൊച്ചുങ്ങൾക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ താഴെ സ്പേസ് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോന്നു. പക്ഷെ താഴോട്ട് പോകുന്നത് നന്നായിട്ട്. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. മ്യൂസിക് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു.
വർക്കല പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായതായിട്ട് ഈ നൈറ്റിൽ കഫേ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്. അത് അടിപൊളിയായിരുന്നു. ഫുഡും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിട്ടോ രാവിലെ തന്നെ ബീച്ചിൽ പോകാൻ വേണ്ടി. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന പ്രോപ്പർട്ടി നല്ലതായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസും ആയിരുന്നു. പിന്നെ സർവീസും മോശം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഓൾറെഡി മെയിൻ്റെനൻസ് വർക്ക് നടക്കുമായിരുന്നു. ഇവിടുത്തെ സ്റ്റേക്ക് ഞങ്ങൾക്ക് എക്സ്പെൻസ് ആയത് ഒരു ഫാമിലിക്ക് 3400 ആട്ടോ. ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോപ്പർട്ടിയിലാകെ 3 റൂംസേ കണ്ടുള്ളൂ. ഇനി അതല്ലാതെ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അടുത്തടുത്തുള്ളത് കിട്ടി. വർക്കല ബീച്ചും ക്ലിഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിഫിൻ്റെ അടുത്ത് റൂം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തത്. എല്ലാവരും എണീറ്റൊന്ന് ഫ്രഷായി ഒരു കാപ്പിയും കുടിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി. ഞങ്ങളെക്കാൾ എക്സൈറ്റ്മെൻറ്റ് ആമിക്കും അമ്പാടിക്കായിരുന്നു കേട്ടോ. അവർ ഇന്നലെ തൊട്ടേ പറയുവാണ് ബീച്ചിൽ പോവാന്ന്. നല്ല കുത്തനെയുള്ള താഴോട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ ബീച്ചിലോട്ട് പോകാൻ. ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ കയറാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഞാനൊരു ഫോട്ടോച്ചിക്കാരി ആയതുകൊണ്ട് തന്നെ ബീച്ച് കണ്ടല്ലേ വളർന്നത്. അതുകൊണ്ട് ബീച്ച് എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ് ആവില്ലെന്നാണ് ഓർത്തെ. പക്ഷേ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ബീച്ചിൻ്റെ വ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം ക്ലീൻഡും ആണ്. അതുപോലെ ഫാമിലിയായിട്ട് നല്ലോണം കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചുമാണ് വർക്കല ബീച്ച്. വർക്കലയിൽ തന്നെ പല ടൈപ്പ് ബീച്ച് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകാൻ ടൈം കിട്ടിയില്ല. എന്തായാലും എന്തെങ്കിലും മാറ്റി വെക്കണമല്ലോ ഇനിയും വരാൻ വേണ്ടി. ബാക്കിയുള്ള ബീച്ചിനേക്കാളും വർക്കല ബീച്ച് ഇത്രയും സ്പെഷ്യൽ ആവുന്നത് ബീച്ചിൻ്റെ അടുത്തുള്ള ഈ ക്ലിഫ് തന്നെയാട്ടോ. അത് വേറെ എവിടെയും കാണാൻ പറ്റാത്ത ഒരു ഭംഗിയാണ്. ആക്ച്വലി ഈവനിങ് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അതാകുമ്പോഴത്തേക്കും വലിയ വെയിലുണ്ടാവില്ല. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതറിയില്ല. അത് കഴിഞ്ഞ് കയറുമ്പോഴാണ് നല്ല വെയിലിൻ്റെ കാര്യം തന്നെ ഓർമ്മ വരുന്നത്. സൂപ്പർ കാണാൻ പറ്റില്ല. പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്തിട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബീച്ച്. ബീച്ചിലാണ് ഗൈസ്. സൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ ബീച്ചിൽ കിടന്ന് കളിക്കും. അല്ല അമ്മ എവിടെയാ ആമി? ആരെടുത്ത്? ഞാൻ കൊണ്ടുപോവാ. ഞാൻ പോവാ. പേടി. ആമി വായിലിടല്ലേ? ആമി അതെന്തുവാ ആമി? കക്ക ശങ്കി. ആമിയച്ച എന്തേ? എവിടെ കാണിച്ചു കൊടുത്തേ? ബീച്ചിൽ കളിച്ച് ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊന്നും വരുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിനാണ് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി റൂമിലോട്ട് കൊണ്ടുവന്നത്.
അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ക്ലിഫ് കാണാൻ വേണ്ടി ഇറങ്ങി. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ചു നേരം ക്ലിഫിലൂടെ നടന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ. വർക്കലയിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞാനാണെങ്കിലും എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റും ഇനിയും പോകണമെന്ന് തോന്നുന്ന ഒരു സ്ഥലമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അത്രക്കും എനിക്ക് വർക്കല ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒത്തിരി കാഴ്ചകളുണ്ട് വർക്കലയിൽ. ഇനിയും പോകാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിനുവേണ്ടി മാറ്റിവെച്ചതാ. അപ്പം ഞങ്ങളുടെ വർക്കല ഡയറീസ് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ട്രാവൽ വീഡിയോ ആയിട്ട് ഇനിയും വരാതെ. അപ്പോൾ ബൈ ബൈ.